നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറെ നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് സൗദി അറേബ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേ ട്രാവൽ മേഖലയിൽ വിപ്ലവകരമായ ഒരു മാറ്റമാണ് സൗദി അറേബ്യ കൊണ്ടുവന്നിരിക്കുന്നത്. സൗദി പൗരന്മാരുടെ പാസ്പോർട്ടിലെ വിവരങ്ങൾ അറിയാൻ ഇനി അതിന്റെ പേജുകൾ മറിച്ചു നോക്കേണ്ട ആവശ്യമേ ഇല്ല. പകരം അതിലെ ഇലക്ട്രോണിക് ഡാറ്റ ചിപ്പ് സ്കാൻ ചെയ്താൽ മതിയാകും. ഈ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ തെളിയുന്നതായിരിക്കും. അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയ സുരക്ഷാ സംവിധാനങ്ങളുമായി പുതിയ ഇലക്ട്രോണിക് പാസ്പോർട്ട് പുറത്തിറക്കിയതോടെയാണ് ഇത്. ആഭ്യന്തരമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൗദ് ബിൻ നായിഫ് രാജകുമാരൻ പുതിയ ഇ പാസ്പോർട്ട് പ്രകാശനം ചെയ്തിരിക്കുകയാണ്. സാധാരണ രീതിയിലുള്ള പാസ്പോർട്ടിൽ നിന്ന് പൂർണ്ണമായും ഇലക്ട്രോണിക് രീതിയിലേക്കുള്ള മാറ്റത്തിന്റെ ആദ്യഘട്ടമാണ് പുതിയ ഇ പാസ്പോർട്ടിലൂടെ സാധ്യമായിരിക്കുന്നതെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ മാനേജർ ജനറൽ ഖാലിദ് അൽ സിഖാൻ അറിയിച്ചു. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ സംഘടനകളുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ഉന്നത സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയാണ് പുതിയ പാസ്പോർട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രൂപഘടനയിലും ഉള്ളടക്കത്തിലും പല മാറ്റങ്ങളോടെയാണ് പുതിയ പാസ്പോർട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത്. പുറംചട്ടയുടെ നിറവും സുരക്ഷാ ഫീച്ചറുകളും മാറിയിട്ടുണ്ട്. വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഡാറ്റ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് പുതിയ ഇലക്ട്രോണിക് പാസ്പോർട്ടിന്റെ പ്രത്യേകത. വിവര സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിൽ എൻക്രിപ്റ്റഡ് രീതിയിലാണ് ചിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഉന്നത സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത പുതിയ പാസ്പോർട്ടിന് ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയതോടെയാണ് ഇലക്ട്രോണിക് പാസ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. പാസ്പോർട്ട് ഉടമയുടെ വ്യക്തി വിവരങ്ങൾക്ക് പുറമെ വിവിധ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ 3 തരം ഫോട്ടോകൾ, ഡിജിറ്റൽ പോർട്ടൽ വഴി പാസ്പോർട്ടിലെ വിവരങ്ങൾ പരിശോധിക്കാനുള്ള സംവിധാനം എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. രാജ്യത്തെ സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ എല്ലാ പേജുകളിലുമായി നൽകിയിരിക്കുകയാണ്. നിലവിൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന രീതിയിൽ അപേക്ഷ നൽകിയാൽ പുതിയ ഇ പാസ്പോർട്ട് ലഭിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ക്രമേണ പഴയ പാസ്പോർട്ട് പൂർണ്ണമായും ഒഴിവാക്കി അത് പൂർണ്ണമായും ഇലക്ട്രോണിക് രീതിയിലേക്ക് മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.